നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഓരോ രാജ്യത്തിനും ഓരോ കാലഘട്ടമുണ്ട്. വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതിനൊക്കെ മുറുകെ പിടിച്ചേ പറ്റൂ. അല്ലാതെ പൊളിച്ചു കളയുകയല്ല വേണ്ടത്. ഞാൻ പറയുന്നത് എയർ ഇന്ത്യയെ പറ്റിയാണ്. എയർ ഇന്ത്യ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എയർ ഇന്ത്യ വർഷങ്ങളോളം UPA 1 UPA 2 സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു സർക്കാർ പൊതുമേഖലാ കമ്പനിയെ എങ്ങനെ നശിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ ഊറ്റി അതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്കാണ്. ഉണ്ടാക്കാമെന്ന് തെളിയിച്ച വ്യക്തികളാണ് UPA 1 UPA 2. അതിൻ്റെ വ്യോമയാന മന്ത്രിയായ പ്രഫുൽ പട്ടേലും കൂട്ടരൊക്കെ എയർ ഇന്ത്യയുടെ സ്ലോട്ടുകൾ കട്ട് ചെയ്ത് പ്രൈവറ്റ് കമ്പനികൾക്ക് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി അങ്ങനെ ഒരു പടുകുഴിയിലേക്ക് എയർ ഇന്ത്യ എത്തിച്ചു. അങ്ങനെയാണ് എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ്, ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസമുള്ള കുടുംബ കമ്പനി, വിശ്വാസമുള്ള കമ്പനികളിലൊന്നായ ടാറ്റയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ടാറ്റ ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുക്കുകയായിരുന്നു. ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു എയർ ഇന്ത്യ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. കാരണം നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അതിനുശേഷം എയർ ഇന്ത്യ ഒരു മടങ്ങിവരവിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ എയർ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പരാതി എന്ന് പറയുന്നത് സമയനിഷ്ഠയില്ല, വിമാനങ്ങൾ യന്ത്ര തകരാറുകൾ കൊണ്ട് തിരിച്ചിറങ്ങുന്നു, അല്ലെങ്കിൽ പുറപ്പെടാൻ സാധിക്കുന്നില്ല. ഏറ്റവും അവസാനം 171 അഹമ്മദാബാദ് ഗാറ്റ്വിക്കിലേക്കുള്ള യാത്രയിലെ ദുരന്തം അതുകൂടി ആയപ്പോൾ ആണിയായി. നമ്മൾ ഈ എയർ ഇന്ത്യയെ പറ്റി കളിയാക്കിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ രാജ്യ കമ്പനികളെ അനുകൂലിച്ചു പറയുമ്പോഴും നമ്മൾ സ്വയം താഴ്ത്താൻ അല്ലെങ്കിൽ എന്താ പറയുന്ന ഇകഴ്ത്താൻ ശ്രമിക്കുന്ന സ്വന്തം രാജ്യത്ത് തന്നെയാണ്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കമ്പനിയാണ്. എയർ ഇന്ത്യ ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എയർ ഇന്ത്യ വർഷങ്ങളോളമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്മാനേജ്മെന്റിന് ശേഷം എയർ ഇന്ത്യ ലോകം കണ്ട ഏറ്റവും വലിയ വിമാന ഓർഡറാണ് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിജി എയർബസിനും ബോയിങ്ങിനും കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും പെട്ടെന്ന് കിട്ടാൻ പോകുന്ന സംഭവമല്ല. എയർ ഇന്ത്യയുടെ ഫ്ലീറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഏജിങ് എയർക്രാഫ്റ്റ് ആണ്. 15-20 വർഷമായ എയർക്രാഫ്റ്റ് ആണ്. നമ്മുടെ ഈ 787 തകർന്നു വീണ എയർക്രാഫ്റ്റ് പോലും 11 വർഷമായി. ഇതൊക്കെ മാറ്റണം എന്ന് എയർ ഇന്ത്യക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എയർ ഇന്ത്യ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം ഇത് സപ്ലൈ ചെയിൻ കൺസ്ട്രെയിൻസ് എന്ന് പറയും. അതായത് ബോയിങ് കമ്പനി ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഈ 787 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് മാർക്കറ്റിൽ കിട്ടാനേ ഇല്ല, അവൈലബിൾ അല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കി കാണും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ സ്പെയർ എയർക്രാഫ്റ്റ് ഇല്ല. ഉണ്ടായത് ഒരെണ്ണം താഴെ പോയി, ബാക്കി 7-8 എന്നുള്ളത് DGCA ഇൻസ്പെക്ഷൻ, അതായത് തീർച്ചയായിട്ടും വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് DGCA ഫുൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവർ എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് ചെയ്താൽ സ്പെയർ എയർക്രാഫ്റ്റ് ഇല്ല അത് ഓടിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികം മാത്രമാണ് ക്യാൻസലേഷൻ. അതിനെ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ കഴിവില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഇതിന് പുറകിലെ കാരണം? ഇത് ആർക്ക് വേണ്ടിയായിരിക്കും? ഇതൊരു വിദേശ രാജ്യ കമ്പനികൾക്ക് വേണ്ടി അവർ കുഴലൂതുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ യാത്രക്കാരെയും കൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് എയർലൈൻസ് ഒക്കെ സർവൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ടർക്കിഷ് എയർലൈൻസ് ആണ്. അവർ പോലും ഇന്ത്യൻ യാത്രക്കാരെയും കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത്. ഇന്ത്യനെ ഏറ്റവും അധികം ദ്രോഹിച്ച രാജ്യങ്ങളിലൊന്നാണ് ടർക്കി. ഓർത്തു വെക്കുക ഈ പേര്. അപ്പോൾ ഏത് കമ്പനിയായാലും, എമിറേറ്റ്സ് ആയാലും ഖത്തർ ആയാലും, ഈ കമ്പനിയുടെയൊക്കെ പ്രോഫിറ്റിന്റെ ദൈവമായിട്ടുള്ള ലാഭത്തിന്റെ കണക്ക് വേണം വരുന്നത് ഇന്ത്യക്കാരെ കൊണ്ടാണ്. കാരണം ഇന്ത്യക്കാർ 1.4-1.5 ബില്യൺ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഞാൻ എയർ ഇന്ത്യയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഫെയർ 20% 30% ഫെയർ ചീപ്പാണ്. ഈ പറയുന്ന എമിറേറ്റ്സിനെക്കാട്ടും എത്തിഹാദിനെക്കാട്ടും ആരേക്കാളും എപ്പോഴും കുറവായിരിക്കും. ചില സമയത്ത് ഏറ്റക്കുറച്ചിൽ കാണുമായിരിക്കും, പക്ഷേ 70-80% വരെ എപ്പോഴും ഫെയർ കുറവായിരിക്കും. ഇവന്തോ ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന കമ്പനികൾക്ക് ടാക്സ് കൊടുക്കണ്ട, അവർക്ക് ഫ്യൂവൽ കൊടുക്കണ്ട, അവർക്ക് സ്വന്തം എയർക്രാഫ്റ്റ് ആണ്, സർക്കാരാണ് അവർക്ക് പണം കൊടുക്കുന്നത് ഈ വിമാനങ്ങൾ വാങ്ങാനായിട്ട്. ഒരു നയാ പൈസ ലോൺ ഇല്ലാതെ. എന്നിട്ട് പോലും അവർ നമ്മുടെ പിഴിയുകയാണ്. അപ്പോഴാണ് നമ്മുടെ എയർ ഇന്ത്യ പ്രൈവറ്റ് കമ്പനിയാണ്, നമുക്ക് ടാക്സ് കൊടുക്കണം, അവർക്ക് ഈ ഓയിലിന് ഇത്രയും ഭീമമായിട്ടുള്ള ടാക്സ് ഉണ്ട്, എന്നിട്ട് പോലും ജനങ്ങളിൽ നിസ്സാരമായി പണം വാങ്ങിച്ചാണ് യൂറോപ്പിൽ നിന്നും ഈ പറയുന്ന അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്നത്. വളരെ ചീപ്പാണ്. ഞാൻ എയർ ഇന്ത്യയിൽ പോകുമ്പോൾ മെന്റലി പ്രിപ്പയർഡ് ആണ്. കാരണം എയർ ഇന്ത്യയുടെ സാഹചര്യം എനിക്കറിയാം. ഞാൻ ഏവിയേഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കാരണം എയർ ഇന്ത്യയിൽ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. അവരുടെ ഇപ്പോഴത്തെ എയർക്രാഫ്റ്റുകൾ അവർ ചേഞ്ച് ആക്കാൻ സമയം എടുക്കുകയാണ്. ശരിയാണ്, ഈ പറയുന്ന TV വർക്ക് ചെയ്യുന്നില്ല, പിന്നെ അവരുടെ സീറ്റുകൾ കീറി കീറി പൊട്ടിയ സീറ്റുകൾ, ജനാലകൾ വർക്ക് ചെയ്യും, ജനാലകളിൽ വിൻഡോ ഷെയ്ഡ് വർക്ക് ചെയ്തില്ല, അങ്ങനെയുള്ള പല ലൈറ്റ് വർക്ക് ചെയ്യില്ല, പല കുഴപ്പങ്ങളില്ല ഞാൻ പറയുന്നില്ല. ഓവറോൾ ഒരു മെയിൻ്റനൻസിന് കുറവ് എയർ ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ട്. എന്നാൽ പോലും ഞാൻ പറയട്ടെ, ആ കമ്പനി ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ മെൻ്റലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എയർ ഇന്ത്യ ഫെയർ കുറച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അല്പം കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി വ്യക്തമായി എനിക്ക് പറഞ്ഞേ പറ്റൂ. നോർത്ത് ഇന്ത്യൻസിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത്, ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തുപ്പി നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഭയങ്കര അക്കാലത്തെ ഒരു മുൻപന്തിയിലാണ്. അതായത് പുതിയൊരു സീറ്റ് കണ്ടാൽ അതിന് ബ്ലേഡ് വെച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ തുപ്പുകയും ചെയ്യുക.
അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കുക. വന്ദേ ഭാരതിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ചെയ്യുന്ന ജനങ്ങളും കൂടിയുണ്ട്. കാരണം ഇതൊരു എയർക്രാഫ്റ്റിന് 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ഗ്രൗണ്ടിൽ സമയം കിട്ടുന്നത്. അതായത് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് പോകാനായിട്ട്. ഈ പറയുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, TV വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സമയമില്ല. കാരണം ഹാൻഡിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഡിലേ ആവും. സ്പെയർ എയർക്രാഫ്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ എയർ ഇന്ത്യ ഒരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ എയർ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സർക്കാർ മുതലായവ ഈ പറയുന്ന കമ്പനികൾ ഇതേപോലെ കുറ്റം പറഞ്ഞ് നമ്മൾ എവിടെയും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എയർ ഇന്ത്യ ഞാൻ പറഞ്ഞ പോലെ വിമാനങ്ങൾ വരാൻ പോകുന്നു. അവർ ആരംഭിക്കാൻ പോകുന്നു ബാംഗ്ലൂരിലെ GEയുടെ, അതായത് GE എയറോസ്പേസ് ഉള്ള അമേരിക്കൻ എഞ്ചിൻ മാനുഫാക്ചറിന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ, മെയിൻ്റനൻസ് പ്ലാന്റ്. കാരണം ഇത്രയധികം എയർക്രാഫ്റ്റിൽ വരുമ്പോൾ അവർക്ക് സാധിച്ചേ പറ്റൂ. ഒരുപാട് ലക്ഷക്കണക്കിന് ജോലികളാണ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. അവർ പല സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നു. അവരുടെ സ്റ്റാഫിനെ പോലും എനിക്കറിയാവുന്ന ഏറെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. അവർ പഴയ പോലൊന്നും അല്ല. ദേ കീപ്പ് ഓൺ മോണിറ്ററിങ്. അതായത് ഇപ്പോൾ പെരുമാറ്റം, പൈലറ്റുമാരാണെങ്കിൽ സമയനിഷ്ഠ, അതായത് പല പല കാര്യങ്ങൾ അവർ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ പക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെയും നമ്മുടെ ജനങ്ങളുടെയും മനോഭാവം അല്പം മാറിയേ പറ്റൂ. ശരിയാണ്, അന്വേഷണം നടക്കട്ടെ. ഈ ലുക്സ് ലൈക്ക് അന്വേഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ 171 ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്യുവൽ എഞ്ചിൻ ഫെയിലർ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചും അതോടൊപ്പം തന്നെ 1-2 സാങ്കേതിക വിദഗ്ധന്മാരുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു ഡ്യുവൽ എഞ്ചിൻ ഫെയിലർ ആണ്. അതല്ലാതെ പൈലറ്റിന്റെ പിഴവ് കൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. എയർ ഇന്ത്യ എന്നല്ല, ഏതൊരു ഫ്ലൈറ്റിൽ പോലും ആ അവസരത്തിൽ അങ്ങനെ പറ്റുള്ളൂ. ഒരു പക്ഷേ അതൊരു ഫ്യൂൽ കണ്ടാമിനേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഈ എഞ്ചിൻ ഫെയിലറോ ആയിരിക്കും കാരണം. അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് പറയട്ടെ. എന്തിനും നമ്മൾ ക്രൂശിക്കുന്നു ഈ പറയുന്ന നമ്മുടെ കമ്പനിയെ. അതായത് നമ്മുടെ ഓരോ പോസ്റ്റുകളും എയർ ഇന്ത്യക്ക് എത്തിക്കൊണ്ട് ഭാരതീയൻ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും നമ്മുടെ രാജ്യത്തെ പുറകോട്ട് വലിക്കുകയുള്ളൂ. കാരണം ഇന്ന് എയർ ഇന്ത്യ അല്ലെങ്കിൽ നാളെ വേറൊരു കമ്പനി, ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ, നമ്മുടെ സ്വത്തായിട്ടുള്ള കമ്പനികളെ നമ്മളാണ് മുന്നോട്ട് നയിക്കേണ്ടത്. അതിൻ്റെ കുറവുകൾ പറഞ്ഞു വരുന്നതിന് പകരം അതിനെങ്ങനെ സംരക്ഷിക്കാം എന്നും കൂടി നമ്മൾ ചിന്തിച്ചേ പറ്റൂ. എയർ ഇന്ത്യ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും, എല്ലാവിധ കരങ്ങളും, എല്ലാവിധ ഭാരതീയനും